ഇറാനിൽ നിന്നുള്ള വർദ്ധിച്ചുവരുന്ന ഭീഷണികളെ ചെറുക്കുന്നതിനായി പശ്ചിമേഷ്യയിലെ പ്രധാന രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ പ്രാദേശിക സഖ്യങ്ങൾ രൂപീകരിക്കുന്നതായി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ നിർണായക വിവരം അദ്ദേഹം പുറത്തുവിട്ടത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ദിനംപ്രതി കടന്നുവരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഇറാൻ ഉയർന്ന സൈനികവും ആണവ ഭീഷണികളും. ഇറാന്റെ ആണവായുധ പദ്ധതികളും ബാലിസ്റ്റിക് മിസൈൽ വികസനവും മേഖലയിലെ തകർക്കുന്നു എന്നാണ് നെതന്യാഹു അഭിപ്രായപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ മേഖലയിൽ സമാധാന ആശങ്കകൾ പങ്കിടുന്ന രാജ്യങ്ങളുമായി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ നീക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ പ്രധാന രാജ്യങ്ങളുമായി ചേർന്ന് ഞങ്ങൾ പുതിയ സഖ്യങ്ങൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ സുപ്രധാന കരാറുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കുമായി പങ്കുവയ്ക്കാൻ എനിക്ക് സാധിക്കും എന്ന് നെതന്യാഹു പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധയാണ് ഈ പ്രസ്താവന നേടിയത്. ഈ സഖ്യങ്ങൾ ഏത് രാജ്യങ്ങൾ ഉൾപ്പെടെ എന്നുള്ളത് അദ്ദേഹം വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാന്റെ വളർന്നുവരുന്ന സ്വാധീനത്തെയും അതിന്റെ ആണവ പരിപാടികളെയും കുറിച്ച് ആശങ്കപ്പെടുത്തുന്ന ചില അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം ഇസ്രായേൽ അടുത്തിടെ ശക്തിപ്പെടുത്തിയതായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ സുരക്ഷാ ആശങ്കകൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പശ്ചിമേഷ്യയിൽ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ഇസ്രായേലും ചില അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മുമ്പത്തേക്കാൾ കൂടുതൽ സൗഹൃദപരമായ ദിശയിലേക്ക് മാറിയിരിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. ഈ മാറ്റങ്ങൾ മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ തന്നെ പുതുക്കി എഴുതാൻ ഇടയാകുമെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. സിറിയ, ലെബനൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സംഘർഷങ്ങൾ ഇറാന്റെ പങ്കാളിത്തം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാനെ ചെറുക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനാകുമെന്ന് ഇസ്രായേൽ കരുതുന്നു. നെതന്യാഹുവിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമായത് ഇത് വെറും പ്രതിരോധ നീക്കമല്ല, മറിച്ച് ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്കുള്ള നീക്കമാണ്. സൈനിക സഹകരണം മാത്രമല്ല, ഇന്റലിജൻസ് പങ്കിടൽ, സാങ്കേതിക സഹകരണം, പ്രതിരോധ സംവിധാനങ്ങളുടെ വികസനം എന്നിവയും ഈ സഖ്യങ്ങളുടെ ഭാഗമാക്കാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ മേഖലയിൽ ഒരു സംയുക്ത പ്രതിരോധ സംവിധാനം ഒരുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം ഈ നീക്കങ്ങൾ മേഖലയിലെ സംഘർഷങ്ങളെ കൂടുതൽ രൂക്ഷമാക്കുമോ എന്ന ആശങ്കയും ഉയർന്നു വരുന്നുണ്ട്. ഇറാൻ ഇത്തരം സഖ്യങ്ങളെ എങ്ങനെ കാണും, അതിന് എന്ത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്നത് ശ്രദ്ധേയമാണ്. പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഒരു ഭാഗത്ത് സുരക്ഷ ഉറപ്പാക്കുമെങ്കിലും മറുവശത്ത് സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ഇടയുണ്ടെന്നാണ് ചില വിശകലനങ്ങൾ. യുഎസുമായി ചേർന്നുള്ള സംയുക്ത സൈന്യ നീക്കത്തിലൂടെ മിഡിൽ ഈസ്റ്റിൽ ശക്തമായ സന്തുലിതാവസ്ഥ മാറിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലെബനൻ അതിർത്തിയിൽ നിന്നുള്ള ഹിസബുള്ളയുടെ ഭീഷണി ഇനി ഇസ്രായേലിന് ഒരു തന്ത്രപ്രധാനമായ വെല്ലുവിളിയാകുമെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഓരോന്നായി തകർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ റോറിംഗ് ലൈൻ തുടരുമെന്നും ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തകർക്കുന്നതുവരെ പിന്മാറുന്നില്ല എന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്. എന്തായാലും നെതന്യാഹുവിന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയവും സുരക്ഷാ രംഗവും പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. വരും ദിവസങ്ങൾ ഈ സഖ്യങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ മേഖലയുടെ ഭാവി രാഷ്ട്രീയ ദിശയെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.